അപ്പൊ സാറിന് ബിസി ഷെഡ്യൂൾ ആണല്ലേ? പിന്നെ ഞാൻ പലപ്പോഴും കേരളത്തിൽ കാണാറില്ലല്ലോ. ഞാൻ ഫുള്ളായിട്ടും നമ്മുടെ ഈ ബിസിനസ് ട്രിപ്പാണ്. ജപ്പാൻ, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, അമേരിക്ക, കാനഡ. ഇതുപോലൊരു പരിപാടി ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഇതാ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടി, എവിടുന്ന ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് കിട്ടുക, ഇതിനൊക്കെ വലിയ എമൗണ്ട് കൊടുക്കേണ്ടത് ഒരുപാട് പേരുടെ ഡൗട്ടുകളാണ്. അതായത് ബിസിനസ് തുടങ്ങണം, ഇതുപോലത്തെ രാജ്യങ്ങളിലൊക്കെ പല പല എക്സ്പോർട്ടുകളും ഇമ്പോർട്ടുകളും ചെയ്ത് വലിയ സംരംഭകനാണെന്ന് ആഗ്രഹമുള്ള വ്യക്തികളാണ് എല്ലാവരും. അതിൽ എങ്ങനെ എത്തിപ്പെടാം? ചില ആളുകളൊക്കെ ഉണ്ട് ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് വലിയ എമൗണ്ട് കോസ്റ്റാണ്, നമ്മളോടൊന്നും കഴിയില്ല, വലിയ വലിയ ആൾക്കാർക്ക് നടക്കുള്ളൂ. ഒരിക്കലുമില്ല മക്കളെ. നിങ്ങൾക്ക് പണിയെടുക്കാനും കോൺഫിഡൻസോട് കൂടി വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തുടങ്ങാം. ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് എടുക്കാൻ വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് ഗവൺമെൻറ് ഫീസ് വരുന്നത് 500 രൂപ ഗവൺമെൻറ് ഫീസും, പിന്നെ നമുക്ക് ബാക്കിയുള്ള ഡോക്യുമെൻറ്റ് ചാർജും. നിങ്ങൾക്ക് ഓൺലൈനിൽ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയും ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് എടുക്കാവുന്നതാണ്. ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് എടുത്തിട്ട് ബാക്കിയുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണ് വേണ്ടത്, ഇതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, അതിൻ്റെ ഡീറ്റെയിലിങ് ഞാൻ ഇവിടെ താഴെ കൊടുക്കാം. നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കിക്കോളൂ. എന്നിട്ട് ഇതിനെന്താ വേണ്ടത് വെച്ചാൽ മെയിനായിട്ട് വേണ്ടത് ബയ്യേഴ്സും അതുപോലെ സെല്ലേഴ്സും. നമ്മളടുത്ത് വെൻഡർമാരുണ്ടായിരിക്കണം, സപ്ലൈ ചെയ്യാൻ സാധനം കൊടുക്കാൻ വ്യക്തികളുണ്ടായിരിക്കണം. ഇതിന് ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ സാധനം പുറത്തോട്ട് അയക്കണം എന്നുണ്ടെങ്കിൽ അതിലുണ്ടാവും പുറത്ത് ആരൊക്കെയാണ് നിങ്ങളെ ഈ പ്രൊഡക്റ്റ്, അതായത് നിങ്ങളുടെ കയ്യിലൊരു പ്രത്യേകതരം പ്രൊഡക്റ്റിന് ആരൊക്കെയാണ് ഇതിന് ബയ്യേഴ്സ് ആയിട്ടില്ല, അവരെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും തരുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് ഗൂഗിളിലൊക്കെ. അതിൽ കയറിയിട്ട് അവർക്കൊക്കെ എൻക്വയറി ചെയ്ത് നോക്കുക. അതുപോലെ നമുക്ക് പ്രൊഡക്റ്റ് മേടിക്കാനും, അതായത് സാധനം കിട്ടണമല്ലോ കൊടുക്കണമെങ്കിൽ, അതിനും സാധനം കർഷകരിതിൻ്റെ ഡയറക്റ്റ് എടുക്കാനല്ല, അങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അങ്ങനത്തെ ടീമിന് സൈറ്റിൽ നോക്കിയാൽ കാണാൻ കഴിയും. ഇത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് എന്നുള്ള ലീഗൽ പ്രൊസീജിയർ വളരെ സിമ്പിളാണ്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടത് വെച്ചാൽ അത് കമൻറ്റിൽ പിൻ ചെയ്തിട്ട്